എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2, 4, 6 സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ തുടങ്ങുന്ന ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനിയും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ 8ൻ്റെ അല്ല 16ൻ്റെ പണി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. വിശദമായ വാർത്തയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും അതുപോലെ തന്നെ അതുപോലെ തന്നെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമർഹിക്കുന്ന അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2, 4, 6 സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ തുടങ്ങുന്ന കൃത്യമായ ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ ഒരു ഓർഡർ സഹിതമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി പുറത്തുവിടുന്നത്. ഏത് പരീക്ഷയാണ് ആദ്യം നടക്കുക, അതിനുശേഷം ഏത് സെമസ്റ്റർ ആയിരിക്കും ആരംഭിക്കുക എന്നിങ്ങനെയുള്ളതെല്ലാം കൃത്യമായി വന്നിട്ട് നമുക്ക് നോക്കാം. 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളായ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ തന്നെയായിരിക്കും. തേർഡ് ഇയർ വിദ്യാർത്ഥികളുടെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആദ്യം ആരംഭിക്കും. മാർച്ച് മാസം 20-ാം തീയതിയാണ് 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ പരീക്ഷ ആരംഭിക്കുക. അതിന് കാരണം ഇവർ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിനും അല്ലെങ്കിൽ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പരീക്ഷയായിരിക്കും ആദ്യം നടത്തുക. മാർച്ച് മാസം 20-ാം തീയതി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കും. അപ്പോൾ അതിനുശേഷം 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ കഴിഞ്ഞാൽ പിന്നെ ഏത് സെമസ്റ്റർ പരീക്ഷയായിരിക്കും വിളിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. പിന്നീട് വിളിക്കുക എന്ന് പറഞ്ഞാൽ 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളാണ് ആദ്യം വിളിക്കുക. 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളാണ് ആദ്യം വിളിക്കുക. അതിന് കാരണം എന്ന് പറഞ്ഞാൽ 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇന്നലെ സർവകലാശാല വെബ്സൈറ്റിൽ വന്നു. അതിൽ കൃത്യമായി റെഫർ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ മാസം 10-ാം തീയതി എന്ത് ചെയ്യും, ഈ 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ അത് FUGP കഴിഞ്ഞ വർഷം 2024 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ FUGP 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം 10-ാം തീയതി ആരംഭിക്കും. ഏപ്രിൽ മാസം അത് മാർച്ച് 20-ന് എന്ത് ചെയ്യും, 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കും. അത് കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോഴത്തേക്കും എന്തായാലും 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയൊക്കെ കഴിയും. പിന്നീട് ആരംഭിക്കാൻ പോകുന്ന പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് 2ാം സെമസ്റ്റർ FUGPക്കാരുടെ 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ തന്നെയാണ്. അത് ഏപ്രിൽ മാസം 10-ാം തീയതി ആരംഭിക്കും. അതിനുശേഷം മാത്രമായിരിക്കും 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുക. അതിനുശേഷമായിരിക്കും 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. 6ൻ്റെയും 4ൻ്റെയുമാണ് ഇപ്പോൾ പുറത്തു വന്നത്. വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, പരീക്ഷ നീട്ടിവെക്കുമോ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഒഫീഷ്യലായിട്ട് വന്ന ഡേറ്റാണ്, യൂണിവേഴ്സിറ്റി തന്നെ പുറത്തുവിട്ട ഡേറ്റാണ്. അത് 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാർച്ച് മാസം 20-നും 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം 10-നും തുടങ്ങുമെന്നുള്ളത്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ 8ൻ്റെ അല്ല 16ൻ്റെ പണി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കരീർ, ദ ഫൗണ്ടർ ഓഫ് കരീർ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.